ഹായ് മകളെ, അങ്ങനെ ഒരുപാട് കാലത്തെ നമ്മൾ ആഗ്രഹമായിരുന്നു അല്ലേ SSLC ഓണം എക്സാം എഴുതുക എന്നുള്ളത്. പല ആളുകൾക്കും, എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല. 9ാം ക്ലാസ്സിലൊക്കെ അത്യാവശ്യം ടഫായുള്ള സിലബസ് പഠിച്ച വന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലെ പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലായി കണ്ടപ്പോൾ ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും 9ാം ക്ലാസ്സിനേക്കാളും എളുപ്പമാണല്ലോ 10ാം ക്ലാസ്സിൽ പഠിക്കാമെന്നൊക്കെ. പക്ഷേ പരീക്ഷ കഴിഞ്ഞ സമയത്താണ് പല ആളുകൾക്കും ടെൻഷൻ കൂടിയത്. ചില കുട്ടികൾ നന്നായിട്ട് പഠിച്ചു പോയി, വിചാരിച്ച അത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില കുട്ടികൾ ഒന്നും പഠിക്കാതെ പോയി, അവർക്കും ചിലപ്പം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പരീക്ഷയുടെ അവസാന നിമിഷങ്ങളിൽ മാത്രം പഠിച്ചു പോകുന്ന ഒരുപാട് മക്കളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ പേര് ഷാഹിദ് റംസാൻ, സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ പറയുന്ന മിസ്റ്റേക്കുകൾ, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു എക്സാമിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണോ വരുത്തിയത് അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്തിനാണെന്നറിയോ? അത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ മിസ്റ്റേക്ക് പല ആളുകളും ചെയ്തതാണ്, എക്സാം എന്ന് പറയുന്ന ഡേറ്റ് വന്നതിന് ശേഷം എക്സാമിന് ഡേറ്റ് വന്നതിന് ശേഷം പഠിക്കാനിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ചില കുട്ടികളാണെങ്കിലോ ആദ്യം മുതലേ പഠിക്കുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികളാണെങ്കിലോ പരീക്ഷയുടെ തലേ ദിവസത്തെ മാരത്തോണുകൾ മാത്രം കണ്ടുകൊണ്ട് പഠിക്കാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മാർക്കിന് വേണ്ടി പഠിക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ പഠിക്കാം. ഏറ്റവും മികച്ച വിദ്യാർത്ഥി ആവുന്നത് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ പണ്ടും പറയാറുണ്ട്, ഒരു കുട്ടി ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ്. ആ പരീക്ഷയിൽ ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സിൻ്റെ എക്സാമാണെന്ന് വിചാരിക്കുക. ഇതുപോലെ ഏത് എക്സാം എടുക്കുകയാണെങ്കിലും 26 ചോദ്യങ്ങളാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിനാവട്ടെ, ഓണം എക്സാമിനാവട്ടെ, ക്രിസ്മസ് എക്സാമിനൊക്കെ വരുന്ന വെറും 26 ചോദ്യങ്ങളാണ്. ഈ 26 ചോദ്യങ്ങളിൽ നിന്നാണ് ഒരു കുട്ടി 80 വാങ്ങുന്നത്. ഈ 26 ചോദ്യങ്ങളും പരീക്ഷയുടെ തലേ ദിവസം നടന്ന ലൈവുകളിലോ ഇനി അല്ലെങ്കിൽ അതിന് മുമ്പേ ഒരാഴ്ച മുമ്പ് നടന്ന ലൈവുകളിലോ പറഞ്ഞതുകൊണ്ട് അതേ രീതിയിൽ ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റിയെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ കുട്ടിക്ക് 80 കിട്ടിയെന്ന് വിചാരിക്കാം, ഇനി അല്ലെങ്കിൽ ഒരു A+ കിട്ടിയെന്ന് വിചാരിക്കാം. എന്നാൽ പരീക്ഷ തുടങ്ങിയ അന്ന് മുതൽ അല്ലെങ്കിൽ സ്കൂൾ 10ാം ക്ലാസ് തുടങ്ങിയ അന്ന് മുതൽ ഒരു കുട്ടി പഠിക്കാനിരിക്കുന്നുണ്ട്. ആ കുട്ടി ഏകദേശം 1000 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഓണം എക്സാമിന് പോകുന്നത് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് പോകുന്നത് വിചാരിക്കാം. പരീക്ഷയുടെ തലേന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു കുട്ടി ഏകദേശം ഒരു 100-200 ക്വസ്റ്റ്യൻ ചെയ്തു. ആദ്യം മുതലേ പഠിച്ചൊരു കുട്ടി 1000 ചോദ്യങ്ങൾ ചെയ്തു. 2 പേർക്കും 80 കിട്ടി, അല്ലെങ്കിൽ 2 പേർക്കും A+ കിട്ടി. നിങ്ങൾ പറ, ഏത് കുട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവുക? ഏത് കുട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കുക? ഏത് കുട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആവുക? മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്നതിലൂടെ ഒരുപാട് ക്വാളിറ്റി നമ്മൾ പോലും അറിയാതെ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ആവുന്നുണ്ട്. കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ആവുന്നുണ്ട്. ഇതേപോലെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസുകൾ വരുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുത്താൻ പറ്റും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷ എന്ന് പറയുന്നത് വെറും മാർക്കിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു സിസ്റ്റം ആക്കാതെ നിങ്ങളുടെ ഏറ്റവും ടോപ്പേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ തയ്യാറാവുക. വേറെ ഒന്നിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ ഡൗൺ ആകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡൗൺ ആകണ്ട. കുറേ ആൾക്കാരുടെ വിഷമമാണ്, സാറേ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നായിരിക്കും കുറേ ആൾക്കാരുടെ പ്രശ്നം. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ വിജയിച്ച ആളുകളാണ്. നമുക്ക് ഇനിയും കാണാം, ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇനിയും സംസാരിക്കേണ്ടതുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. എല്ലാവർക്കും SSLCയിലേക്ക് വീണ്ടും സ്വാഗതം.